ഇതിന് മുന്നേ കുറെ കുട്ടികളെ ഇതേമാതിരി പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. കുറെ കുട്ടികൾ ഇയാളെ വലയിലായിട്ടുണ്ട്. 2-3 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരൊക്കെ ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അതുവരെ കൂടെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. അതുവരെ അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പോവും, പിന്നെ അടുത്ത ആളെ നോക്കി നടക്കും എന്നാ പറഞ്ഞത്. ഈ ഒരു കേസ് വന്നതിന് ശേഷം ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ധനസഹായം അഭ്യർത്ഥിച്ച 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ മലപ്പുറം സ്വദേശിയായ വാഖിയത്ത് കോയ എന്ന വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ആ വ്യക്തിയുടെ പേരും ഫോട്ടോയും അടക്കം പുറത്തു വന്നിട്ടും 2 ആഴ്ചയായും ഈ പ്രതിയെ പിടിക്കാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പെൺകുട്ടി മറുനാടനോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ പെൺകുട്ടിയുടെ പ്രതികരണം എന്താണ് എന്ന് നോക്കാം. മോൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും പോലീസുകാർക്ക് പ്രതിയെ പിടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പറയുന്നത്? ഈ സാഹചര്യത്തിൽ പറയാനുള്ള എന്താ വെച്ചാല്, ചെറിയ ചെറിയ കേസിലുള്ള പ്രതികളെ വരെ പോലീസ് എത്രയും പെട്ടെന്ന് പിടിക്കുന്നതാണ്. ഈ മൂപ്പരെ പുറകില് കുറെ പോലീസുകാരിലെ വലിയ വലിയ ആൾക്കാരുള്ളതുകൊണ്ടാണോ പിടിക്കാണ്ട് നടക്കുന്നതില്ലെങ്കിൽ ഇവരെ നിസ്സാരാക്കി എടുക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഇത്രയും ദിവസം 2 ആഴ്ചന് മേലായിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല. പോലീസുകാർ നമ്മൾ ബന്ധപ്പെട്ടിട്ടും ഒരു ഇതും ഇല്ല. അപ്പം ഇന്ന് മൊഴി കൊടുക്കാൻ പോയതാണ് കോടതിയിൽ. പക്ഷെ ഇത്ര വെറും നിസ്സാരാക്കിയിട്ട് എടുക്കുന്നത്. ഞാനാണെങ്കിൽ ഇതിന് മുന്നേ കുറെ കുട്ടികളെ ഇതേമാതിരി പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. കുറെ കുട്ടികൾ ഇയാളെ വലയിലായിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നിൽ വന്ന എല്ലാ കാര്യം തുറന്ന് പറഞ്ഞത്. കാരണം അത്രയും മൂപ്പരെ കൊണ്ട് ഇടങ്ങാറായതുകൊണ്ടാണ് ഞാൻ അതെല്ലാം വന്ന് പറഞ്ഞത്. അപ്പം പോലീസ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. പിടിക്കാത്തതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല വിഷമമുണ്ട്. മുപ്പയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. മുപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പം ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഡിസ്ചാർജ് ആയി അങ്ങനെ പൈസ അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അന്ന് കുറെ നാൾ കിടന്നത്. അങ്ങനെയാണ് മൂപ്പര് കോണ്ടാക്ട് ചെയ്ത് വന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നതും. ഈ ഒരു വിഷയം പുറത്തറിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധപ്പെട്ടത് ഇല്ല. അതിനുശേഷം പിന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ബന്ധപ്പെട്ടൊന്നുമില്ല. ഇയാൾ ഇത്തരത്തിൽ വേറെയും ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരൊക്കെ ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അതുവരെ കൂടെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. അതുവരെ അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പോവും, പിന്നെ അടുത്ത ആളെ നോക്കി നടക്കും എന്നാ പറഞ്ഞത്. മോശമായിട്ടുള്ള അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ടാവും പേടിക്കുന്നു. അതൊന്നും പറഞ്ഞു മൂപ്പരെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പൈസ ചെലവാക്കി പഠിപ്പിക്കുന്നത്. പക്ഷെ ഓരോ വീട്ടുകാരുടെ അടുത്ത് പറയുന്നത് ചാരിറ്റിപരമായിട്ട് പൈസ പിരിച്ചിട്ട് അങ്ങനെ ചെയ്യാണെന്നാണ് വീട്ടുകാരോട് പറയാം. പക്ഷെ ഇയാളെ സ്വന്തം പൈസക്കാണ് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഉപയോഗിക്കുന്നുണ്ടാവും. എൻ്റെ അടുത്ത് വന്നമാര് ഒരു സഹിച്ച് നിന്നിട്ടുണ്ടാവും. അവരൊന്നും പുറത്ത് പറയാണ്ട്. പക്ഷെ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ, ഇപ്പം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ട് അയാൾ അയച്ചു കൊടുത്ത പെൺകുട്ടികൾക്കൊക്കെ. ഓർക്കൊന്നും കേസിന്റെ പുറകെ പോകാൻ താല്പര്യമില്ല. അപ്പൊ ഞാനാണ് ഇപ്പൊ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു ധൈര്യമാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ ഇത് നീതി കിട്ടുന്നതുവരെ പോരടിക്കും തന്നെയാണ് തീരുമാനം. പോരാടണം. കാരണം ഇങ്ങനെ ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് ഒരു സുരക്ഷിതയില്ല ഈ നാട്ടില്. അപ്പൊ എത്രയും പെട്ടെന്ന് ഓരോ പിടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പെൺകുട്ടി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഈ വാഖിയത്ത് പോയി ഈ പെൺകുട്ടിക്ക് അയച്ച നിരവധിയായ സന്ദേശങ്ങളിൽ പലതിലും പറയുന്നത് ഇത്തരത്തിൽ നിരവധി യുവതികളെ ഇയാൾ ഇത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇദ്ദേഹവുമായി സഹകരിച്ചതുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ നല്ല നിലയിലെത്തി. അതുപോലെ ഈ പെൺകുട്ടിയെയും നല്ല ഉയരത്തിലെത്തിക്കാമെന്ന് ഇദ്ദേഹം അവൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അത് വളരെ ഗുരുതരമായൊരു ആരോപണം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ചതിയിൽ നിരവധി പെൺകുട്ടികൾ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചനയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി ഈ പ്രതിയെ പോലീസ് പിടിക്കാത്ത പക്ഷം ഇനിയും ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾക്ക് ഇതേ രീതിയിലുള്ള ദുര്യോഗം ഉണ്ടാകുമെന്നും എന്നുള്ള ഒരു ആശങ്കയും ഈ പെൺകുട്ടി ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. എന്തു തന്നെയായാലും നിലവിൽ ഈ പ്രതിയുടെ ചിത്രവും മറ്റ് വിവരങ്ങളും അടക്കം ലഭ്യമായിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഇനിയും പ്രതിയെ പിടിക്കുന്നതിന് വൈകുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. മാത്രവുമല്ല മറ്റ് പല പെൺകുട്ടികളും ഭയന്നാണ് ഈ കാര്യങ്ങൾ പുറത്തു പറയാത്തത്. അവരിൽ പലരും തനിക്ക് വ്യക്തിപരമായി സന്ദേശങ്ങൾ അയച്ചിരുന്നു, ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ താൻ തനിക്ക് നീതി ലഭിക്കുന്നത് വരെ പോരാടും എന്നും ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ ടീം.